അങ്ങനെ വയനാട്ടിൽ എല്ലാവരും ശുഭപ്രതീക്ഷയിൽ തന്നെയാണ്. 3 മുന്നണികളും ഒരേപോലുള്ള ശുഭപ്രതീക്ഷയിൽ. എനിക്ക് തോന്നുന്നു വയനാട്ടിൽ ഒരിക്കലും ഇത്രയും വാശിയേറിയൊരു പോരാട്ടം നടന്നിട്ടില്ല. ഇതിന് മുൻപുള്ള ഘട്ടങ്ങളിലേക്കൊക്കെ എടുത്ത് നോക്കുമ്പോൾ അത്രയും വലിയൊരു പോരാട്ടമാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഒരുപോലെ പ്രതീക്ഷയിലും പോകുന്നു. ഇനി നമ്മൾ പാലക്കാട് നിന്ന് വയനാട്ടിലേക്ക് പോയാൽ വയനാട്ടിൽ UDFും LDFും പ്രഖ്യാപിച്ച ഹർത്താൽ ആരംഭിച്ചിട്ടുണ്ട്. ലക്കിടി കവാടത്തിൽ നിന്ന് UDF പ്രവർത്തകർ വാഹനങ്ങൾ തടയുന്നു. ഉരുൾപൊട്ടൽ ദുരന്താനന്തരം പുനരധിവാസ സഹായം നൽകാത്ത കേന്ദ്ര സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ചാണ് ഹർത്താൽ. വയനാട് ലക്കിടിയിൽ നിന്ന് രതീഷ് വാസുദേവൻ ചേരുന്നു. രതീഷ്, നമ്മൾ രാവിലെ സംസാരിക്കുമ്പോൾ ഈ നാട് ഉണർന്നു വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 7 മണി കഴിഞ്ഞിട്ടുണ്ട്. വാഹനങ്ങളൊക്കെ നിരത്തിലേക്ക് ഇറങ്ങുന്നുണ്ടോ? ജനങ്ങൾ ഹർത്താലുമായി സഹകരിക്കുന്നുണ്ടോ? പ്രതിഷേധ സംഭവങ്ങൾ, അനിഷ്ട സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? വിവരങ്ങൾ. സുലക്ഷം, ഞാനിപ്പോൾ നിൽക്കുന്നത് വയനാട് കവാടം ലക്കിടിയിലാണ് ഇപ്പോൾ UDF പ്രവർത്തകർ വാഹനങ്ങൾ തടയുന്നത്. വയനാട്ടുകാർ ഏറെ വൈകാരികമായാണ് ഈ വിഷയത്തോട് പ്രതികരിക്കുന്നതെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികൾ ഇത് ആ തരത്തിൽ ഏറ്റെടുത്ത് ഇന്ന് ഹർത്താൽ ഉൾപ്പെടെ നടത്തുന്നത്. വയനാട്ടിൽ പ്രധാനമായും പ്രളയ പുനരധിവാസം ലഭിക്കാത്തതിന്റെ മാത്രം പ്രതിഷേധമല്ല, സംസ്ഥാന സർക്കാർ പുനരധിവാസത്തിന് വേഗം കൂട്ടുന്നില്ല എന്ന ആക്ഷേപവും UDFനുണ്ട്. അത്തരത്തിലൊരു പ്രതിഷേധം കൂടിയാണ് UDF അറിയിക്കുന്നത്. മാത്രവുമല്ല, ദേശീയ ദുരന്തമായി ഇതിനെ പ്രഖ്യാപിക്കാത്തതുകൊണ്ടുള്ള പ്രതിഷേധവുമുണ്ട്. LDFന്റെയും ഇതുപോലുള്ള LDFും ഇത്തരത്തിൽ ദേശീയ ദുരന്തമായി വയനാട് ഉരുൾപൊട്ടലിനെ പ്രഖ്യാപിക്കാത്ത കേന്ദ്ര നടപടിയിൽ പ്രതിഷേധിച്ചാണ് ഇത്തരത്തിൽ നിലവിൽ പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായി ഹർത്താൽ സംഘടിപ്പിക്കുന്നത്. ഇതുവരെ അനിഷ്ട സംഭവങ്ങളൊന്നും നടത്തിയിട്ടില്ല. UDF പ്രവർത്തകർ ഉൾപ്പെടെ ചിലയിടങ്ങളിൽ ഇതേപോലെ വാഹനങ്ങൾ തടയുന്നുണ്ട്. ഈ പ്രതിഷേധ സൂചകമാണ്. അല്പസമയത്തിന് ശേഷം അവരുടെ മുദ്രാവാക്യം രേഖപ്പെടുത്തിയ ശേഷം വാഹനങ്ങളും എന്ന നിലപാട് കൂടി രാഷ്ട്രീയ പ്രവർത്തകർ സ്വീകരിക്കുന്നുണ്ട്. എന്തായാലും വയനാടിന്റെ ഒരു വൈകാരികമായ ഈ LDF UDF രേഖപ്പെടുത്തുന്നത് ലക്കിടിയിൽ വയനാട്ടിൽ UDF പ്രവർത്തകർ വാഹനങ്ങൾ തടയുകയാണ്. എന്തായാലും വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ വയനാട്ടിൽ നടക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേന്ദ്ര സഹായം നിഷേധിക്കപ്പെടുന്ന ഏത് സാഹചര്യമാണ് എന്നതുകൂടി പറയേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മോടൊപ്പം UDFന്റെ നേതാവ്, സമരത്തിന്റെ നേതാവ് ജ്യോതിഷുണ്ട്. ഈ പ്രതിഷേധം എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് വയനാട് കേരളം കണ്ടതിൽ വെച്ച ഏറ്റവും വലിയ ഒരു ദുരന്തത്തിൽ നിന്നും വളരെ വിചിത്രമായി കൈയൊഴിയുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഈ ഒരിക്കലും അനുവദിക്കാൻ പറ്റുന്ന കാര്യമല്ല. വയനാട്ടിലെ ജനങ്ങളുടെ ജീവനും സ്വത്തും വയനാടിനാകമായി ഉണ്ടായ ഒരു ദുരന്തം, ആ ദുരന്തത്തിൽ പ്രധാനമന്ത്രി വന്ന് സ്ഥലം സന്ദർശിച്ച് നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നും എല്ലാ അർത്ഥത്തിൽ സഹായിക്കുമെന്ന് പറഞ്ഞ ഒരു പ്രധാനമന്ത്രി കൃത്യമായ രാഷ്ട്രീയ വൈരുദ്ധ്യം കൊണ്ട് തന്നെ ഞങ്ങൾ ഒറ്റപ്പെടുത്തുകയാണ്. ഞങ്ങൾക്ക് ഈ നാട്ടിൽ ജനിച്ച ഞങ്ങൾക്ക് ഇവിടെ ജീവിച്ചേ മതിയാകൂ. ഞങ്ങളുടെ നൂറുകണക്കിന് സഹോദരങ്ങൾ ഇന്നും മണ്ണിന്റെ അടിയിലാണ്. അവരെ ഞങ്ങൾക്ക് തിരിച്ചറിയാൻ പോലും കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും കിട്ടുന്ന അവശിഷ്ടങ്ങളാണ്. 1.5 വയസ്സായ കുട്ടിയുടെ ശവശരീരം പോലും മണ്ണിന്റെ അകത്തുണ്ടെന്ന് കരയുന്ന അമ്മമാരുടെ നാടാണ് വയനാട്. ആ നാട്ടിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരം ചെയ്യുന്നത്. ഞങ്ങൾ ഗവൺമെന്റിനോട് പറയുന്നത് ഞങ്ങളെ സഹായിക്കണം, ഞങ്ങൾക്ക് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തരണം. ആ ഒരുക്കി തരില്ല എന്ന് പറഞ്ഞ സമയം മുതൽ വയനാടൻ ജനത ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. അവിടെയാണ് BJP ഗവൺമെന്റ് ഇത്തരം സമീപനം സ്വീകരിക്കുന്നത്. ആ സമീപനത്തിനെതിരാണ് ഞങ്ങൾ ഈ സമരം നടത്താനായി. തീർച്ചയായും സജലക്ഷ്മി, UDFും LDFും ഈ കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ ഇത്തരത്തിലുള്ള ജനവിരുദ്ധമായ, സർക്കാർ വിരുദ്ധമായ നിലപാടിനെതിരെയാണ് ഇത്തരത്തിൽ ഈ പ്രതിഷേധം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വൈകാരികം കൂടിയാണ് വയനാട്ടുകാർക്ക് ഈ പ്രതിഷേധമെന്ന് പറയാതെ വയ്യ. അതുകൊണ്ട് തന്നെയാണ് LDFും UDFും ഒരേ സ്വരത്തിൽ ഈ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത്. വിവിധ രാഷ്ട്രീയ കക്ഷികളും ഈ പ്രതിഷേധത്തിൽ അണിനിരക്കുന്നത്. എന്തായാലും രാവിലെ തന്നെ വാഹനങ്ങൾ തടയാൻ ആരംഭിച്ചിട്ടുണ്ട്. വളരെ വൈകാരികമായാണ് പ്രവർത്തകർ ഈ വിഷയത്തിൽ ഇടപെടുന്നത്. അതുകൊണ്ട് തന്നെ മറ്റിടങ്ങളിലും സമാനമാണോ അവസ്ഥ? ഈ അതിർത്തികളിൽ വയനാട്ടിലേക്ക് കയറുന്ന സംസ്ഥാന അതിർത്തികളിലൊക്കെ തന്നെ UDFും LDFും ഇതുപോലെ വാഹനങ്ങൾ തടയുന്നുണ്ട്. ഈ മുദ്രാവാക്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തിയ ശേഷമാണ് അല്പസമയങ്ങൾക്കുള്ളിൽ
ശരി ശരി രതീഷ്, ഇന്ന് ഈ കൽപ്പറ്റ നഗരത്തിലടക്കം LDF-ന്റെ പ്രതിഷേധ പ്രകടനവും നടക്കുന്നുണ്ട്. ഉരുൾപൊട്ടൽ ദുരന്തത്തിലെ വീഴ്ചകളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയാണ് UDF-ന്റെ പ്രതിഷേധം നടക്കുക. അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കുന്നില്ല എന്നതുൾപ്പെടെ ഉന്നയിച്ച് കേന്ദ്രത്തിനെതിരെയാണ് LDF-ന്റെ ഹർത്താൽ. അങ്ങനെ ഹർത്താൽ പുരോഗമിച്ചു. 6 മണിക്ക് ആരംഭിച്ച ഹർത്താൽ വൈകുന്നേരം 6 മണി വരെ തുടരും. പലയിടങ്ങളിലും ഇതുപോലെ വാഹനങ്ങൾ തടയുന്നതടക്കം നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് പ്രവർത്തകർ.